പുലിയാ വന്നിങ്ങനെ നല്ല തടിച്ചു കൊടുത്തതാ നിൽക്കുന്നു ഒരെണ്ണം. മറ്റേത് പയ്യെ കയറി വരുന്നേ ഉള്ളായിരുന്നു. പുലിയെ കണ്ടതാണ്. അല്ല ഇത് ചിലപ്പോ ഈ വള്ളിപ്പൂച്ചയെ വല്ലതും ആവാനാണ് സാധ്യത. ഇല്ല വള്ളിപ്പൂച്ചയാണെങ്കിൽ നമ്മുടെ എന്തുവരും ഇവിടുത്തെ ജനങ്ങളും നാട്ടുകാരെല്ലാം ഒറ്റക്കെട്ടായിട്ട് തന്നെ കൂടെ ഉണ്ട്. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. Contact 94472 44659 89218 37847. കുളത്തൂപ്പുഴ ജനവാസ മേഖലയിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ. കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ 11-ാം വാർഡിൽ ഉൾപ്പെട്ട പൂണത്തുമൂട് കുതിരച്ചിറ ക്ഷേത്രത്തിന് സമീപം വനാതിർത്തിയോട് ചേർന്ന ഭാഗത്താണ് പുലിയെ കണ്ടതായി പറയപ്പെടുന്നത്. സ്ഥലവാസിയായ കിരണാലയത്തിൽ 75 വയസ്സുള്ള ചന്ദ്രമതിയാണ് പുലിയെ കണ്ട വിവരം നാട്ടുകാരെ അറിയിച്ചത്. ഇന്ന് രാവിലെ 10 മണിയോടെ വനാതിർത്തിയോട് ചേർന്ന വീടിന് സമീപം വലുതും ചെറുതുമായ 2 പുലികളെ കണ്ടതായാണ് ചന്ദ്രമതി പറയുന്നത്. മഞ്ഞ നിറത്തിൽ കറുത്ത പുള്ളിയുള്ള വലുതും ചെറുതുമായ പുലികളെയാണ് കണ്ടതത്രേ. പുലിയെ കണ്ടു ഭയന്ന് അടുത്ത വീട്ടിലേക്ക് ഓടി നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് വനത്തിൽ അസ്വാഭാവിക ശബ്ദം കേട്ടതായും വയോധിക പറയുന്നു. ഇന്നലെ വൈകുന്നേരം ഇതുപോലെ മോളും പിള്ളേരും കൂടെ പാതൊക്കെ ഇരുന്നപ്പം എന്തോ ഒരു ശബ്ദം കേട്ട് ബൗണ്ടറിൽ. അപ്പം പിള്ളേരും കൊണ്ട് ഓടി കയറി വെച്ച് പറഞ്ഞു കാട്ടാനെ ഇറങ്ങിയെന്നാണ് തോന്നുന്നെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇപ്പം ഇറങ്ങി നോക്കാൻ കാരണം. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ തുണി കഴുകിക്കൊണ്ട് അശയിലോട്ട് ഇടാനായിട്ട് പോകുമ്പോൾ അവിടെ ഒരു വല്ലാത്തൊരു ശബ്ദം കേട്ടു. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നില്ല, കൊച്ചിന്നലെ പറഞ്ഞല്ലോ എന്തോ കാട്ടാനെ ഇറങ്ങിയിട്ടുണ്ട് എന്ന്. അങ്ങനെ ചെന്ന് നോക്കുമ്പം ഒരാൾ പുലിയ വന്നിങ്ങനെ നല്ല തടിച്ചു കൊടുത്തതാ നിൽക്കുന്നു ഒരെണ്ണം. മറ്റേത് പയ്യെ കയറി വരുന്നേ ഉള്ളായിരുന്നു. പുലിയാന്ന് അറിഞ്ഞപ്പോഴത്തേനും ഞാൻ നല്ല മീശയൊക്കെ ഉണ്ട്. പുലിയാന്ന് അറിഞ്ഞപ്പോഴത്തേനും ഓടി കയറി വന്ന് ഇവിടെ 4 കാലയിലാണ് കയറുന്നത്. എനിക്ക് കയറാൻ വരായിരുന്നു കയ്യാലോടെ. കയറി വന്ന് ഇവിടെ വന്നതുകൊണ്ട് കുറേ കല്ലെടുത്തെറിഞ്ഞിട്ടൊന്നും പോകുന്നില്ല. പിന്നെ നേരെ പണിക്കാരൻ്റെ അടുത്തോട്ട് ചെന്നു. ഞാൻ പറഞ്ഞു പെട്ടെന്ന് വരുവാണെങ്കിൽ വേണ്ട അവിടെ പുലി നിൽക്കുന്നു, ഓടി വരാൻ പറഞ്ഞു. അതുങ്ങൾ പേടിച്ച് വന്നില്ല, അതുങ്ങൾ മുന്നോട്ട് ഓടി. തിരിച്ച് ഞാൻ വന്നപ്പോഴും അവിടെ നിൽപ്പുണ്ട്. പിന്നെ ഞാൻ മുറ്റത്തുനിന്ന് കുറച്ച് കല്ലൊക്കെ പെറുക്കിയിട്ട് എറിഞ്ഞ്. അപ്പം എനിക്ക് തോളനക്കാൻ മേല. എറിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ശബ്ദം എന്നൊരു ശബ്ദം കാണിച്ചപ്പോൾ ഞാൻ ഒട്ട് പുലി കയറി വരുന്നു പറഞ്ഞ് പേടിച്ച് ഓടി അവിടോട്ട് ചെന്ന്. മേളിൽ ചെന്നിട്ട് ലളിതയുടെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഇതുപോലെ പുലി നിൽക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ അന്നേരം പറഞ്ഞു അവിടെ മോൾ ഇന്നലെ എന്തോ ശബ്ദം കേട്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി വന്നപ്പോൾ പുലി അങ്ങ് പോയി. പക്ഷേ പോയി ഈ വനത്തിലോട്ട് കയറിപ്പോയില്ല. അത് സൈഡിൽ ഇങ്ങനെ ശബ്ദം കേട്ട്, എന്തോ ഒലയുന്ന ശബ്ദം കേട്ട്. പിന്നെ കണ്ടില്ല. എന്തോ നിറമായിരുന്നു? നിറം പിന്നെ ഇതേണ്ട രാവിലെയുടെ അത്ര അങ്ങോട്ട് കളർ വരുന്നില്ല, മഞ്ഞ നിറം. ഇത്ര അങ്ങോട്ട് നിറം ഒരുമാതിരി ഇല്ല പുള്ളി. ആ പുള്ളി നല്ല പൊക്കം കൊടുത്തിരിക്കുന്നു. പൂച്ചയല്ല, പക്ഷെ കൂട്ടത്തിൽ ഉള്ളത് അതിന്റെ പകുതിയേ ഉള്ളു. ആ പുലിയുടെ പകുതിയേ ഉള്ളു. ആ അത് തീർത്ത് ചെറുതല്ല, എന്നാലും മറ്റേത് വലുതെന്ന് പറഞ്ഞാൽ വലുതാ, അങ്ങ് കൊഴുത്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തുമ്പോട് ഭാഗത്ത് പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടതായും തങ്ങൾ ഭീതിയിലാണെന്നും പ്രദേശത്ത് വനംവകുപ്പ് നിരീക്ഷണ ക്യാമറകളും കൂടും സ്ഥാപിക്കണമെന്നും വനംവകുപ്പിന്റെ പെട്രോളിംഗ് കാര്യക്ഷമമാക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം ജോസഫ് പറഞ്ഞു. അമ്മ 2 പുലിയെ വലുത് കണ്ടെന്നാണ് അമ്മ പേടിച്ച് അപ്പുറത്തോട്ട് ഓടിപ്പോയി. അന്നേരം ഞാൻ വന്നു ആദ്യം നോക്കി. അത് കഴിഞ്ഞ് ഫോറസ്റ്റുകാരെ വിളിച്ചു. അവർ വന്നപ്പോൾ നോക്കിയിട്ട് വലിയ കാൽപ്പാടോ ഒന്നും കണ്ടില്ല. പക്ഷേ എന്തോ ഒരു സാധനം വലുത് കാട്ടിലേക്ക് ഇറങ്ങിപ്പോയതിൻ്റെ പാട് അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ ദിവസം തുമ്പോട് ഭാഗത്ത് ഒരു പുരയിടത്തിൽ ഇതിൻ്റെ പുലിയുടെ എന്ന് സംശയിക്കുന്ന പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതും RRTക്കാർ ഇന്ന് രാവിലെ ഇന്നലെയൊക്കെ ആയിട്ട് വന്ന് പരിശോധന നടത്തി പോയതാണ്. ജനങ്ങൾ ആശങ്കയിലാണ്. ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ജനങ്ങളുടെ ആശങ്ക അകറ്റണം. അതിന് വേണ്ടുന്ന ക്യാമറയോ മറ്റുമൊക്കെ സ്ഥാപിച്ച് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൺഫേമാക്കി, ഉണ്ടെങ്കിൽ ഈ സാധനത്തിനെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോകുന്നതിനുള്ള നടപടി പുലിക്കൂടും സ്ഥാപിച്ച് അടിയന്തരമായി ഇതിനെ ഇവിടുന്ന് മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. വനാതിർത്തിയോട് ചേർന്ന് നിരവധി കുടുംബങ്ങളാണ് താമസിച്ചു വരുന്നത്. പുലിപ്പേടിയാൽ ഇവർ ഭയത്തോടെയാണ് ഇവിടെ താമസിക്കുന്നത്. വളർത്തു മൃഗങ്ങളുടേതല്ലാത്ത കാൽപ്പാടുകൾ സ്ഥലത്ത് കാണപ്പെട്ടത് നാട്ടുകാരിൽ ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട്. വിവരം അറിഞ്ഞ് വനപാലകർ സ്ഥലത്തെത്തി നിരീക്ഷണം നടത്തി. മേഖലയിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടാകാൻ ഇടയില്ലെന്നും നിരീക്ഷണം ശക്തമാക്കുകയും ആവശ്യമെങ്കിൽ ക്യാമറയും കൂടും സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും വനപാലകർ അറിയിച്ചു. തുമ്പോട് ഭാഗത്ത് കണ്ടെത്തിയ കാൽപ്പാടുകൾ പുലിയുടേതല്ല എന്ന് വനംവകുപ്പ് അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ജില്ലാ വിഷൻ, കുളത്തൂപ്പുഴ. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് 30 വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന
കൺസ്ട്രക്ഷൻ സ്ഥാപനം. കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം 3D പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു. കൺസ്ട്രക്ഷൻ, ഇന്റീരിയർ ഡിസൈൻ, റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. Contact 94472 44659 89218 37847.